Hi, good morning, students. Chapter 5 C++ Programming, Data Types and Operators. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഒന്ന് ഡാറ്റ ടൈപ്സ്, അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. For first part, we will discuss about data types in C++. എന്താണ് ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡാറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ. അതായത് ഒരു ഡാറ്റ അത് ഏത് ടൈപ്പാണ്, ഏത് തരമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ട്രെയിന് പോകണമെന്ന് വരികിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കും? മെയിൽ ആണോ, ഫിമെയിൽ ആണോ, അല്ലെങ്കിൽ ചൈൽഡ് ആണോ എന്ന് നമ്മൾ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് തരത്തിലുള്ള സീറ്റൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞെന്നാലും മെയില് ഫിമെയില് എല്ലാം സെപ്പറേറ്റ് സീറ്റുകളാണ്. അപ്പം അത് എന്താണ്? ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നേരത്തെ തന്നെ അറിയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റ ഏതൊക്കെ തരമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും C++ലെ ഡാറ്റ ടൈപ്സിനെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ആൻഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഇങ്ങനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ C++ ഡാറ്റ ടൈപ്സ് ക്യാൻ ബി യൂസർ ഡിഫൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിനെ ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് രണ്ടെണ്ണമാണ്, ഇൻറ്റ്, ചാർ. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്, അത് ഫ്ലോട്ട്, ഡബിള്, പിന്നെ ഒരെണ്ണമുള്ളത് വോയിഡ്. അപ്പോൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് പ്രധാനമായിട്ടും 5 എണ്ണമാണ്. അറിഞ്ഞിരിക്കുക: ചാറ്, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. ഇൻറ്റ്, ചാറ്, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. ഇനി ഓരോ കാറ്റഗറിയും നമ്മൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് നമ്മൾ നേരത്തെ ഇൻറ്റീജർ കോൺസ്റ്റന്റ് എന്നാൽ എന്ത് എന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്പേഴ്സ് വിതൗട്ട് ഡെസിമൽ പോയിന്റ്. അപ്പോൾ നമ്പേഴ്സ് വിതൗട്ട് ഡെസിമൽ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് C++ൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. അപ്പോൾ ഇതിന് മാക്സിമം സൈസ് അല്ലെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് 4 ബൈറ്റ്സ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ ആണ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ നമ്മൾ നേരത്തെ ക്യാരക്ടർ കോൺസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാരക്ടേഴ്സ് വിതിൻ സിംഗിൾ ഇൻവേർട്ടഡ് കോമ. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ചാർ ഡാറ്റ ടൈപ്പ്, CHAR. ഫോർ ക്യാരക്ടർ കോൺസ്റ്റന്റ്സിന് വേണ്ടിയിട്ടാണ് ചാർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇത് ഉപയോഗിക്കുന്നത്. 1 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ചാർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പം സിംഗിൾ ഇൻവേർട്ടഡ് കോമ, A+/0 ഇതെല്ലാം എന്താണ്? ക്യാരക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. 8 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ്. നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ്. 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
47,281.97. അതിനെ നമുക്കിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 0.4728197 ഇൻറ്റു 10⁵5 എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിസ ആൻഡ് എക്സ്പോണന്റ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ഡെസിമൽ പോയിന്റിന് ശേഷം 7 ഡിജിറ്റ്സ് വരെ നമ്മൾ ഇതിന് കൊടുക്കുന്നു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന്. അതേസമയത്ത് ഡബിൾ ഡാറ്റ ടൈപ്പ് ആണ്. ഇതും ഫ്ലോട്ടിംഗ് പോയിന്റ്, അതായത് ലാർജ് വലിയ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം 7 ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 15 ഡിജിറ്റ്സ് വരെ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ 8 മുതലുള്ള 15 വരെ ഡിജിറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ്. 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ചില സമയത്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടാനില്ലായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഡാറ്റ ടൈപ്പ് അവിടെ വേണം. അല്ലെങ്കിൽ നൾ എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് void data type ഉപയോഗിക്കുന്നത്. So void is a keyword and this indicates empty set of data. അതുപോലെ no memory space is allocated for void. No memory space, കാരണം empty ആണെങ്കിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് മെമ്മറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ്, ഈ 5 എണ്ണമാണ് നമ്മളുടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും ചിലപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാം. ഇനി ഇത് തമ്മിൽ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. 2 കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഒന്ന്, ചാർട്ട് ഡാറ്റ ടൈപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ചാർട്ട് ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ക്യാരക്ടർ ഡാറ്റ. എക്സാമ്പിൾ സിംഗിൾ കോട്ട്സിൽ എ, അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ എക്സ്, സിംഗിൾ കോട്ട്സിൽ 5. ഇതെല്ലാം എന്താണ്, ക്യാരക്ടർ ഡാറ്റ ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് 1 ബൈറ്റ്സ് ഓഫ് മെമ്മറി. 1 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇത് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്റ് ഡാറ്റ ടൈപ്പ് ഇന്റീജർ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഡബിൾ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ്, ലാർജ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ലാർജ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ വലിയ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി അലോട്ട് ചെയ്യുന്നത് 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ്. മെമ്മറിയിൽ 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി. അഞ്ചാമത്തത് വോയിഡ് ഡാറ്റ ടൈപ്പ്. വോയിഡ് ഡാറ്റ ടൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസ്. ഡാറ്റ ഇല്ല എന്ന് വരികിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് വോയിഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നു. നോ മെമ്മറി സ്പേസ് ഈസ് അലോക്കേറ്റഡ് ഫോർ വോയിഡ്. നോ മെമ്മറി സ്പേസ് ഈസ് അലോക്കേറ്റഡ്. അപ്പോൾ ഇതാണ് ക്യാരക്ടർ 1 ബൈറ്റ്, ഇന്റ് 4 ബൈറ്റ്സ്, ഫ്ലോട്ട് 4 ബൈറ്റ്സ്, ഡബിൾ 8 ബൈറ്റ്സ്, വോയിഡ് 0 ബൈറ്റ്സ്. ഇത് ഓർത്തിരിക്കുക, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അവ ഏതൊക്കെയാണെന്ന് ഓർക്കുക. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റ ടൈപ്സ് ആണ് സ്ട്രക്ട്, എന്യൂം, യൂണിയൻ, ക്ലാസ് എക്സെട്ര ഒക്കെയാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മറ്റു ചില ഡാറ്റ ടൈപ്സ് ആണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് അറേ, പോയിന്റർ, ഫംഗ്ഷൻ. ഈ പേരുകൾ കൂടി ഓർത്തിരിക്കുക. അറേ, പോയിന്റർ, ഫംഗ്ഷൻ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നു. ഇനി വേരിയബിൾ, കാരണം വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് വേരിയബിൾ നെയിം, പിന്നെ അതിന്റെ മെമ്മറി അഡ്രസ്, പിന്നെ അതിന്റെ കണ്ടന്റ്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു വേരിയബിളിനുള്ളത്. സോ വേരിയബിൾസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഇൻ മെമ്മറി ലൊക്കേഷൻസ്. അപ്പം മെമ്മറി ലൊക്കേഷനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലൊക്കേഷന് പറയുന്ന പേരാണ് വേരിയബിൾ. വേരിയബിൾ. അപ്പോൾ അതിന് വേരിയബിൾ നെയിം ഉണ്ട്. ഇറ്റ് ഈസ് ദ ഐഡന്റിഫയർ ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ.
മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന ഐഡന്റിഫയർ നെയിം ആണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. പിന്നെ മെമ്മറി അഡ്രസ്, അതായത് മെമ്മറി ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. മെമ്മറി 8 GB റാം അല്ലെങ്കിൽ എത്രയാണ് 64 MB, അങ്ങനെയാണ് നമ്മളത് ഓരോ മെമ്മറി ഡിവൈസസിന്റെയും നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഓരോ 1, 2, 3 ഇങ്ങനെ ഓരോ ബൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഇന്റീജർ നമ്പറാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വരികിൽ, അപ്പോൾ ആ ഇന്റീജർ നമ്പറിന് വേണ്ടിയിട്ട് മെമ്മറിയിൽ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആ പിക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നം എന്ന് പറയുന്നത് വേരിയബിൾ നെയിം ആണ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ 4 ബൈറ്റ്സ്, അപ്പോൾ ഓരോ ബൈറ്റ്സിനും എന്തുണ്ടാവും, എത്രാമത്തെ ആണ് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അപ്പം 1001, 1002, 1003 and 1004 ഇത്രയുമാണ് ഈ നമ്മിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്, ഇന്റീജർ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണെങ്കിൽ അതിലെ ആദ്യത്തെ ബൈറ്റ്, അതിനെയാണ് നമ്മൾ ബേസ് അഡ്രസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എൽ വാല്യൂ എന്ന് പറയും. ബേസ് അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ 1001 എന്നുള്ളതാണ് ഇവിടുത്തെ ബേസ് അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂ 18 എന്നുള്ളത്, അപ്പോൾ അതിനെ നമ്മൾ അതിന്റെ കണ്ടന്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഈ വേരിയബിളിന്റെ ആർ വാല്യൂ എന്നാണ് അതിന്റെ കണ്ടന്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട 3 ടേംസ് ആണുള്ളത്. ഒന്ന് അതിന്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസ് അഡ്രസ്, രണ്ടാമത്തത് വേരിയബിൾ നെയിം, ആ വേരിയബിൾ എവിടെയാണ് മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനൊരു ലൊക്കേഷൻ നെയിം ഉണ്ടാവും, അല്ലെങ്കിൽ ഐഡന്റിഫയർ നെയിം ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തത് അതിന്റെ കണ്ടന്റ്, മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വാല്യൂ, അതിനെ നമ്മൾ ആർ വാല്യൂ എന്ന് വിളിക്കുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.